എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പോണ്. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ചൈന അതിർത്തിയിൽ നല്ല യുദ്ധം നടക്കുക. നമ്മുടെ പട്ടാളക്കാരെല്ലാം അവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാതെ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ വന്നിട്ട് പോയതല്ലേ ഉള്ളു. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അയ്യോ, നിങ്ങൾ മറന്നില്ല. അപ്പൊ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നാളെ എൻ്റെ രത്നത്തിന്റെ ബർത്ത്ഡേ അല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഒരു ഓട്ടം വെച്ചു കൊടുക്കും. അയ്യോ, അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ഓടി വരാൻ ഒക്കുവോ? പിന്നെന്താ, അതൊക്കെ പറ്റും. അപ്പൊ ഇനി തിരിച്ചെന്നാ എടുക്കുവോ? പിന്നെ എടുക്കില്ലേ, എന്നെ എപ്പോഴും എടുക്കും. അതാ കേട്ടോ, ആ ബോബ് പൊട്ടുന്ന ശബ്ദമാണത്. എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അയ്യോ, അല്ല അത് പറ്റത്തില്ല. നാളെ പോയാ മതി. വേണ്ട, എന്റെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചിട്ട് പോയാ മതി. കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ദേവടി, ഞാൻ പൊക്കോട്ടെ? വേണ്ട, നാളെ പോയാ മതി. മക്കളോടൊന്ന് സംസാരിച്ചിട്ട് പറ്റൂല. ഇപ്പൊ പോണ്ടേ? സന്തോഷായിട്ട് കേട്ടാ. എൻ്റെ അച്ചായൻ്റെ ട്രാൻസ്ഫർ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അച്ചായൻ പാലായി പോയിരുന്ന് ജോലി ചെയ്യാനുള്ള തയ്യാറായിക്കോ. MLA എടുത്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം 10,000 രൂപ തന്നുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാം ഓക്കെ ആണ്. കർത്താവ് സുരേന്ദ്ര മുതലാളി, ഇപ്പം രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. മുതലാളിയെ കുറിച്ച് ഞാനിപ്പം അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. ഞാനും നിന്നെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്നെ കുറിച്ച് എന്തോന്ന് ആലോചിക്കാൻ? എന്റെ ആ പലിശയും നന്ദി. പലിശ ഞാൻ മുതലോ ഇല്ല, പലിശയെങ്കിലും എന്താ? പലിശ ഞാൻ എത്തിച്ച് തരാം മുതലാളി. ഞാനേ മുതലാളിയെ കുറിച്ച് ആലോചിച്ച വേറൊരു കാര്യമാണ്. എന്താ? മുതലാളിയുടെ ആ പാറക്കോറ് സ്റ്റേ ആയിട്ട് കിടക്കുകയല്ലേ, അത് സ്റ്റേ നീക്കണ്ടേ? ഞാൻ MLA കണ്ട് എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നോക്കിയാൽ ഒരാഴ്ചക്കകത്ത് ആ സ്റ്റേ മാറ്റും. സംശയമുണ്ട്? നേരോ? സംശയമുണ്ട്. മുതലാളിക്ക് എന്നെ സംശയമുണ്ട്. എന്നാലേ നാളെ ഈ പള്ളിക്കുടത്തിന്റെ ഒരു തറക്കല്ലിടൽ പരിപാടിക്ക് MLA വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാപ്പി കൂടി എൻ്റെ വീട്ടിലാണ്. MLA അവിടെ കാണും. മുതലാളിയും കൂടെ അങ്ങോട്ട് പോകാൻ നമുക്ക് ഒന്നുകൂടെ നേരിട്ട് സംസാരിക്കാം. സംസാരിച്ച് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അപ്പോൾ മുതലാളിക്ക് വിശ്വാസമാകുമല്ലോ. അന്നേരമാവും. പിന്നെ ഈ MLA വരുമെന്ന് പറഞ്ഞപ്പോൾ MLA എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഇവിടെ അടുത്തെവിടെയോ നല്ല അണ്ടിപ്പരിപ്പ് കിട്ടുമല്ലോ, അത് കിട്ടുമെങ്കിൽ ഒരു 3-4 കിലോ മേടിച്ച് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ അതാ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പം ഭയങ്കര വിലയാന്നേ. ഇനിയിപ്പോൾ MLA അടുത്ത് പറഞ്ഞും പോയി എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നേ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് മുതലാളി പലപ്പോഴും അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതേ. ഈ സൈസ് ഫസ്റ്റ് ക്വാളിറ്റി അണ്ടിപ്പരിപ്പ് അല്ല, ഇതിപ്പോ ഞാൻ പാലും ചേർത്ത് കഴിക്കുന്നത്. നല്ല അണ്ടിപ്പരിപ്പാണ്. MLA ചോദിച്ചാൽ 2-3 കിലോ ആണ്. ഇതിപ്പം അതിനൊരു കാര്യം ചെയ്യും, ആ മാധവന്റെ കടയില്ലേ, മാധവേട്ടന്റെ കട, മാധവേട്ട, ആ കടയിൽ നിന്ന് 1 കിലോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ പറഞ്ഞു. മുതലാളി പറഞ്ഞു അതിന് കിട്ടും. ഞാൻ പറഞ്ഞു. ശരി, നാളെ എത്തണം വീട്ടിൽ. നാളെ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. പിന്നെ ക്ലീറ്റസ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? മുതലാളി ധൈര്യമായിട്ടങ്ങ് പോയി ചെന്നാട്ടെ. തിരക്കല്ലേ മുതലാളിക്ക്. പിന്നെ ഒരു സംശയം. എന്നാ മുതലാളി, ഇത് എന്തോ സംശയം? വേണ്ട, മാധവന്റെ കിടന്ന് മറിച്ചു കൊടുക്ക. നാളെ മറക്കല്ലേ? ഇല്ല. 10, 20, 30, 40. എടാ നടരാജ, നീ എന്താണ് ആ പോസ്റ്ററിൽ അടിച്ചു വെച്ചേക്കണേ? സഹദേവൻ MLA തറ കല്ലിടുന്നു. എടാ, ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായിട്ടേ ആ തറക്കല്ലിടുന്നു എന്ന് പറഞ്ഞ് അടിച്ച് മാറ്റിക്കേ. ശരി, പെട്ടെന്ന് ചെയ്യണം. അമ്മ എവിടെയാടി? അമ്മ കുളിക്കാം. പിന്നെ എനിക്കൊരു 10 രൂപ തരൂ. നിനക്കെന്തിനിപ്പോ 10 രൂപ? സ്കെയില് വാങ്ങാനാ. നീ ഇപ്പൊ സ്കെയില് വാങ്ങണ്ട. മിനിഞ്ഞാന്ന് റബ്ബർ കട്ട മേടിക്കാനെന്ന് പറഞ്ഞ് 10 രൂപ മേടിച്ചു.
അതിന് 2 ദിവസം മുമ്പ് പെൻസിൽ വാങ്ങാനെന്ന് നമ്മൾ എത്രയോ മേടിച്ച്. എന്നിട്ട് ഇത് എന്താ പരിപാടി എന്ന് അറിയാമോ? ഇതെല്ലാം കടിച്ച് തിന്നല. ഇങ്ങനെ എഴുതാതിരുത്തിയ കൊച്ചത് കടിക്കല്ലേ? ഞാൻ തരാന്ന് പറഞ്ഞല്ലേ. ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും വേണ്ട. ആ പരിപാടി വേണ്ട കേട്ടോ. സ്കെയില് വേണ്ടേ? അവളുള്ള സ്കെയിൽ വെച്ച് പഠിച്ചാൽ മതി. എൻ്റെ ആളിയനുണ്ടല്ലോ, നല്ല രാശിയുള്ള ഒരുത്തനാ. അല്ല, അവനെ കടി കൊണ്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഗംഭീര. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അല്ലല്ലോ പറയാറ്. തമാശക്ക് പറയണല്ലേ. അതെ, നമ്മുടെ MLA സഹദേവൻ സാറില്ലേ, നാളെ കാപ്പി പിടിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്നാണ്. അയാളുടെ വീട്ടിൽ കാപ്പി കുടിയൊന്നും ഇല്ലേ? ഒക്കെ ഉണ്ട്. MLA എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങുന്ന ആളാണ്. അപ്പൊ നാളെ ഇവിടെ സ്കൂളിന്റെ തറക്കല്ലിടില്ല, അതിന് അദ്ദേഹമാണ് വരുന്നത്. ആ പരിപാടി കഴിഞ്ഞാൽ നേരെ നമ്മളെ വീട്ടിലോട്ട് വരുന്നു. ഇവിടെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുന്നു. ക്ലീറ്റോ ചേട്ടാ മതി. എന്നും ചുമ്മാ ഇവിടെ വന്ന് കള്ളം പറയുന്ന പോലെ ഇനി പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ക്ലീറ്റോ ചേട്ടന്റെ കൂടെ MLA ഇങ്ങോട്ട് വരും. പാടും. ഇതാണ് നിങ്ങൾക്കൊന്നും ക്ലീറ്റോ ചേട്ടന് ഒരു വിലയില്ലാത്ത. MLAയും ക്ലീറ്റോ ചേട്ടനായിട്ടുള്ള ഇരിപ്പ് വെച്ച് അറിയാമോ നമുക്ക്? ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിയിലോട്ട് കാല് വെച്ച ആൾക്കാരാ. പിന്നെ അവരെ ആൾക്കാർ ഗ്രൂപ്പുകാരൊക്കെ കുറച്ച് വൃത്തിയുള്ളവരായതുകൊണ്ട് അയാൾ MLA ആയി. നമ്മളെ ഗ്രൂപ്പിൽ കുറെ കാലുവാരികളാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആവേണ്ടതാ. ഒന്നല്ല, അയാൾക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ട് അയാൾ MLA ആയി. ഇവിടെ ഒരാൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാം. അങ്ങനെയൊന്നുമല്ല, ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നാളെ ഇവിടെ കാപ്പി കൊടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം. സീരിയസ് ആയിട്ട് പറയാണോ? പിന്നെ എന്താണ്, തമാശയാണോ? ഏട്ടൻ സമ്മതിച്ചോ ഇവിടെ വരുന്നോളാൻ? അല്ല, അളിയൻ സമ്മതിക്കും. അളിയൻ വരട്ടെ, ഞാൻ അളിയനോട് ഇവിടെ പറയണം. അപ്പോൾ ഇവിടെ കുറച്ച് വൃത്തിയാക്കിക്കോണം. ഈ ടേബിൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടണം കേട്ടോ. ഒന്ന് തൂത്തുവാരിയെ കിട്ടേക്കണേ. ശരിക്കും വരും? എന്റെ പൊന്നു മോളെ, പിന്നെ എന്താണ് ഇത് തമാശയാന്ന് വിചാരിച്ചേ? അയ്യോ, അപ്പൊ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ? ഫുഡ് നമുക്ക് വെജും നോൺ വെജും ആയിട്ട് 2 സെക്ഷൻ വേണം എന്തായാലും. അളിയൻ വന്നല്ലോ. ഐസാ. എന്താണ് എന്ന് നേരത്തെ മണി 5:30 ക്ലീറ്റസ്. അതിന് പിന്നെ നേരെ സമയമൊന്നും ഇല്ലല്ലോ. എല്ലാ പാർട്ടിക്ക് വേണ്ടി അങ്ങ് മുഴുവൻ സമയം ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ. അല്ല, ഇനിയിപ്പം നാളത്തോളം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓഫീസിൽ പോയില്ലേലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയ്യോ, അതെന്താണാവോ? ഏട്ടാ, നാളെ MLA വരാന്ന് ഇങ്ങോട്ട്. MLA സ്കൂളിൽ വന്നിട്ട് തറക്കല്ലിടാൻ. അതല്ല, നമ്മുടെ വീട്ടിലേക്ക് വരാന്ന്. എവിടേക്ക്? ഇവിടേക്കാ? ആര് പറഞ്ഞു? ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞു. ഇവന്റെ വാക്ക് കേട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വരൂലല്ലോ ഇവിടേക്ക്. പിന്നെയാണ് MLA. അല്ലയോ, അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നാളെ ഇവിടെ MLA വരുമ്പോ ഞെട്ടരുത് കേട്ടാ. എന്തിനാണ് ഇവിടെ വന്ന? അതെ, തറക്കല്ലിടിയിൽ കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ ഇവിടെ ആക്കാന്ന് ഞാനല്ല. MLA എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ക്ലീറ്റോ കുറേ നാളായിട്ട് ക്ലീറ്റോ പറയുന്നുണ്ടല്ലോ നമുക്ക് ഒന്ന് ഒത്തുകൂടണമെന്ന്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ കാപ്പി കുടിക്കാൻ വന്നാലും? ഞാൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് നമുക്ക്? ഞാൻ പറഞ്ഞു, സന്തോഷമേ ഉള്ളൂ, നമുക്ക് ഇവിടെ തന്നെ കാപ്പി ആക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. MLA ഒക്കെ വന്നോട്ടെ, പക്ഷെ ഇവിടെ കാപ്പി കുടിയില്ല. കാപ്പി കുടി അവിടെ ആക്കിക്കോ. ക്ലീറ്റോ ചേട്ടൻ ഇവിടെ ചെയ്യാന്നാ പറഞ്ഞേ. ഇവിടെ വേണ്ട. ഇവിടെ നിന്റെ രാഷ്ട്രീയ പരിപാടികളൊന്നും എന്റെ വീട്ടിനകത്തേക്ക് വേണ്ട. അളിയാ, നമ്മുടെ അവിടെ സൗകര്യക്കുറവായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. എടേ, നീ താമസിക്കുന്നത് നിന്റെ വീട്ടിലല്ലേ? അല്ലേ? MLAക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നീ അവിടെ അല്ലേ? അല്ലളിയാ, എന്താ സംഭവം എന്ന് പറയുന്നത് നിനക്ക്? ഇവിടെ പോ MLAക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേ കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ MLAയുടെ പിന്നാലെ ബാലെന്ന് പറയുന്ന ഒരു 10-15 പേര് വരും. ഒരു പ്രയോജനം ഇല്ലാത്ത. അങ്ങനെയൊന്നും ആരും വരില്ല. ആര് പറഞ്ഞു? ഇല്ലളിയാ, വരില്ല. അതെ, വേറൊരു കാര്യമുണ്ട്. ഈ MLA വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെയാണ് ഗുണം. ഒരു ആളിന്റെ വീട്ടിൽ MLA വന്നു പോയി എന്ന് പറഞ്ഞാൽ അല്ലേ പുറത്തിറങ്ങുന്ന. നീ പറയണ നേരാണോ? പിന്നെ ഞാൻ തമാശ പറയോ? വരുവോ? പിന്നെ വരാതെ വന്നാലും വന്നില്ല. ഈ പരിപാടി വേണ്ട. വേണ്ട വേണ്ട. നിങ്ങൾ വന്നേ. എന്ത് വരണേ? വന്നേ പറയട്ടെ. അവൻ പറയണ എന്ത് കാര്യം? എടാ, ഒരു MLA നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് നല്ലതല്ലേ? എടാ കനക, ഈ MLA നമ്മുടെ വകുപ്പ് മന്ത്രിയായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. പുള്ളി ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞൂടെ? അതുമല്ല, നമ്മുടെ നാട്ടിലൊരു MLA വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ 4 ആൾ അറിഞ്ഞാൽ ഒരു മാനമുള്ള കാര്യമല്ലേ അത്? നീ എന്തിനാ ഇത്ര ചെലവ്? എന്ത് പോഴനാണെങ്കിലും സമ്മതിച്ചേരി വരട്ടേന്ന്. അതെ അളിയാ, നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച് ചെയ്യാൻ പാർട്ടിക്കാരോട് പറയാം. വേണ്ട, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കുക. നീയിപ്പോ MLAക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാന്ന് MLAയോട് വാക്ക് കൊടുത്തോ? വാക്ക് കൊടുത്തതെന്ന് വെച്ചാൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ക്ലീറ്റോ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? ഞാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഒന്ന് ചോദിക്കുക പറയാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലാണ്ട് വാക്ക് കൊടുത്ത് വന്നു കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാക്കിന് വല്ല വിലയുണ്ടോ? അതേ, ശരിയാണ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ തന്നെ ആക്കാം. സഹോദരൻ
കേട്ടാ പിന്നെന്താ ഇല്ലെങ്കിൽ നമ്മുടെ തറവാടിന്റെ പേരും പോകും, നിന്റെ പേരും പോകും. അതെ, ഏറ്റവനെ ഏറ്റല്ലേ വരട്ടെ. അളിയാ MLA വന്ന് കഴിയട്ടെ, നിങ്ങളുടെയൊക്കെ കാര്യം നമുക്ക് സംസാരിക്കണ്ടേ? ഞങ്ങളുടെ കാര്യം നീ നോക്കണ്ട, നീ അയാളെ വൃത്തിയായിട്ട് പറഞ്ഞു വിടാനുള്ള കാര്യം നോക്കി. അതെ അറിയാം, മോശമായിട്ടൊന്നും പെരുമാറികളല്ലേ MLA അടുത്തൊക്കെ നമ്മളങ്ങനെ പെരുമാറും. നിന്റെ വർത്താനം കേട്ട് ഓർക്കുന്നുണ്ട്. എന്തായാലും വരല്ലേ, ഉച്ചയ്ക്ക് ഊണും കൂടി കൊടുത്തിട്ട് വിടാം. ഇതിപ്പോ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയായിരുന്നതാ. അതിപ്പോ എന്താണെന്നറിയാമോ, ഈ MLA ആയതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റ് സമയത്തിനൊന്നും പരിപാടികൾ നടന്നോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിലും നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി കൊടുക്കാം. പായസം എന്തായാലും വെക്കണം. എല്ലാ പായസവും വയ്ക്കാം. ഭർത്താവിനാണ് ഞാൻ ഒരു സത്യം പറയട്ടെ, എന്റെ ആളിയന്റെ മനസ്സെന്ന് പറയുന്നത് ഒന്നാ. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയുന്നത് ആലോചിക്കായിരുന്നു. MLA ഇന്നലെ എന്നോട് പറഞ്ഞെന്താ അറിയാമോ, എനിക്ക് വേറെ ഒരു പരിപാടിയും ഇല്ല, കുറച്ച് സമയം കൂടുതൽ വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാന്ന്. പിന്നെ നമുക്ക് സദ്യം കൊടുത്തു തന്നെ വേണം. അല്ല, അവരവിടെ സംസാരിക്കുന്നത് എന്തോന്നു? അതോ, അത് നാളെ സദ്യ പായസം എന്തൊക്കെയോ വയ്ക്കുന്നു. അപ്പൊ പായസം ഏതാണെന്ന് പറയായിരുന്നു. എന്തോന്നേ? ഒന്നുമില്ല. ഏട്ടാ കുറച്ച് സാധനം വാങ്ങണം. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി ചാളിയം പറഞ്ഞു തരും, എല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ കുറച്ച് കൂടുതൽ മേടിച്ചോണേ. നന്നായിട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം, MLAക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന് ഏറ്റിട്ടുള്ളൂ, അല്ലാതെ അതിന്റെ പിന്നാലെ വരണ ഈ അണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഏൽക്കില്ല. ഇല്ല, ഒരൊറ്റ തിണ്ടികൾ ഇതിനകത്തോട്ട് കടക്കാതിരിക്കാൻ അജാന ബാഹുക്കളായ ഒരു 5 പേരെ ഞാൻ അവിടെ കാവൽ നിർത്തുന്നുണ്ട്. പോരെ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത്. അല്ല, അവർക്ക് കൊടുക്കണ്ട, അവർക്ക് ചായയും ബിസ്ക്കറ്റ് മാത്രം കൊടുത്താൽ. എന്തിനാ ബിസ്ക്കറ്റ്? ചായ മാത്രം മതി. ചായ മാത്രം അത് മതി. മതി. നാളെ എൻ്റെ പിറന്നാളിൻ്റെ സദ്യ ഉണ്ടാക്കലും പായസം ഉണ്ടാക്കലും എല്ലാം ഏർപ്പാടിരിക്കുക അവര്. അല്ല, അവരെന്നെ അറിയിച്ചില്ല, ഞാനും അറിയാത്ത ഭാവത്തിൽ തന്നെ ഇരുന്നു. അല്ല, എനിക്കൊരു സർപ്രൈസ് ഉണ്ടാക്കാനായിട്ടാണല്ലോ അവരിങ്ങനെ ചെയ്യുന്നത്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാനും പറഞ്ഞു പാവം കാണിക്കത്തില്ല. മധുരം വേണ്ടാട്ടാ, അമ്മാവന് മാത്രം പോരെ? അതെ, ഈ വരാൻ പോണ ആളേ നിസ്സാരക്കാരനല്ല. പിന്നെ MLA നിസ്സാരക്കാരനല്ലാന്ന് എനിക്ക് അറിയാം. ക്ലീറ്റുമായിട്ട് ഭയങ്കര പരിചയടി. പറഞ്ഞപ്പോ ഞാൻ ക്ലീറ്റോ തള്ളണതായിരിക്കുന്ന വിചാരിച്ചേ. പക്ഷെ ഇന്നലെ ഫോൺ ചെയ്യണേട്ട് എടാ പോടാന്ന് വിളിക്കണില്ലെന്നുള്ളു. ഭയങ്കര കൂട്ടാ രണ്ടും. ആണോ? ഓ, അപ്പൊ ഇവിടത്തെ സൽക്കാരൊക്കെ കഴിയുമ്പോ ക്ലീറ്റോ ചേട്ടൻ ആരാവും? മോളെ ഭയങ്കര സ്ഥാനക്കയറ്റം കിട്ടും. പിന്നെ അതൊക്കെ ഇന്നലെ പറഞ്ഞു കിട്ടും ഫോണില്. പിന്നെ ക്ലീറ്റസ് ആരാ, നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാ. ഏട്ടന് എന്തോ പ്ലാനിങ് ഒക്കെ ഉണ്ട്, വല്ല പ്രമോഷനൊക്കെ ആയിരിക്കും ചിലപ്പോ. ആർക്ക്? കനകനോ? കിട്ടുമല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ആരോടും പറയരുത്. നീ പറ. നാട്ടിലൊന്ന് ക്ലീറ്റോ ചേട്ടനോട് പറയണം. എന്ത്? ഞാൻ എന്തായാലും PSC ഒക്കെ എഴുതുമല്ലേ, ഒരു സർക്കാർ ജോലി എനിക്ക് തരാൻ പറ. അതിനെന്തിനാ ഇപ്പൊ ക്ലീറ്റോ നിനക്ക് നേരിട്ട് അങ്ങ് പറഞ്ഞാ പോരെ പുള്ളിക്കാരനോട്? പിന്നെ എനിക്ക് നാണാവും. ഇതിന് നാണികടി, ക്ലീറ്റോന്റെ അടുത്ത സുഹൃത്തല്ലേ, എന്ത് പറഞ്ഞാലും നടക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരാൻ പോവാ. അപ്പൊ അതെ, ശരിയാ. മണി 10 കഴിഞ്ഞിട്ട് എന്ത് വരാത്തത് കൊണ്ട് കൊടുത്തേ, അത് ഞാൻ ചെയ്യാം. അല്ല, ഈ അമ്മാവൻ ഇന്ന് ഒന്നും കഴിക്കാതെ. അമ്മാവന്റെ ചായ കേട്ടാ ഇത് തെറ്റി പോവെന്തോ. ഇല്ല, നീ ഇത് ചൂടാ ചൂടാ. എന്തത് ചായ പിടിക്കാൻ അറിഞ്ഞൂടെ നിനക്ക്? ചൂടാന്ന്. അല്ല വേണ്ട, ഞാനും വരാൻ നിക്ക്. ബാ. എടാ, 8:30 മണിക്കല്ലേ തറക്കല്ലിടല്? ഇപ്പൊ സമയം 10 ആവാനാണ് പോണത്. ഇനി എന്താ കാണാത്തേ? തറക്കല്ലിടലൊക്കെ 8:30 കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറെ മയക്ക് തീനികൾ ഉണ്ടാവില്ലേ, അതൊക്കെ തിന്ന് തീർക്കണ്ടേ, സമയം കുറെ പിടിക്കും. എന്തൊരു കഷ്ടം നോക്ക്. ചേച്ചി എങ്ങടെ പോയേ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. എടാ, അമ്മ അമ്പലത്തിൽ പോയേക്കാണ്. ഇതുവരെ MLA വരണ കാര്യം അമ്മേനോട് പറഞ്ഞിട്ടില്ല. വലിയ വഴക്കുണ്ടാവും. പറഞ്ഞില്ലേ? അതെന്താ പറയാഞ്ഞ്? പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ അമ്മേനോട് അനുവാദം ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യലുണ്ടാവും. അമ്മാവനും അവനും കൂടി നോക്കിക്കോ, ഞാനൊന്നും മിണ്ടില്ല. പിന്നെ അമ്മ അതിന് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല. വന്ന് കാണുമ്പോ ഞെട്ടി അവിടെ നിന്നോളും. ഇല്ല മോളെ, അമ്മയ്ക്ക് ഇതേ ഞങ്ങളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ വലിയ ആള്. ബാക്കി എല്ലാവരും അതിൽ താഴെ.
എടി അളിയൻ മരിച്ച സമയത്ത് ഇവിടെ മന്ത്രി MLA ഒക്കെ വന്ന സമയത്ത് എന്ത് ബഹുമാനത്തോടെ ചേച്ചി നിന്നിരുന്നോ ചേച്ചീനെ നീ പിന്നെ ഈ ആസ്ഥാനത്തുള്ള എടാ അന്നും മന്ത്രിമാരും നേതാക്കന്മാരൊക്കെ വന്നിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ചേച്ചി തള്ളിയ പോലത്തെ നുണയല്ല, ഇത് സത്യാണ്. പറഞ്ഞ വിശ്വസിക്ക്. അന്ന് ഏത് MLA വന്നു ഇവിടെ? അന്നത്തെ MLA കൊല്ലം കുറയല്ലടാ, പേരോർമ്മയില്ല. ഞങ്ങള് രണ്ടാത്മാക്കൾ ഈ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളൊന്നും അന്ന് വിവരം ബോധമില്ലാത്ത കുട്ടികൾ മിണ്ടാതിരുന്ന അവിടെ വെറുതെ എന്തായാലും പറയാം. അമ്മാവ എന്നൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ MLA വരുമ്പം അമ്മാവും മിക്കാറും ഇവിടെ വീണ് കിടക്കും. പോയിട്ടാ അപ്പോഴത്തെ കഴിക്കാൻ ഷുഗർ ഒക്കെ ഉള്ളതാണ്. എടി ആ MLA ഉള്ള ഇലക്ഷൻ പ്രചരണ സമയത്ത് നിർത്താത്ത കാർന്ന് ഒന്നിങ്ങനെ കയ്യാട്ടി കാണിക്കണ കണ്ടാ ഞാൻ വീട്ടിലങ്ങോട്ട് എത്തിയിട്ട് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ അതിനൊരു അന്തസ്സല്ലേ? 2 എണ്ണം ഇപ്പൊ കഴിച്ചോ, ഞങ്ങൾ ആരോടും പറയില്ല. എന്നിട്ട് പുള്ളി വരുമ്പോ 2 എണ്ണം കൂടി കഴിച്ചോ. ഈ പെണ്ണ് എന്താ ഈ പറഞ്ഞത്? തിന്നോണ്ടിരിക്കുമ്പോ MLA എങ്ങാനും വന്നാലോ? തിന്നോണ്ടിരിക്കുമ്പോ MLA വന്ന എന്താണ് അമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമല്ലോ. അതെ, എന്തായാലും വേവോളം ഇരുന്നില്ലേ, ആറിയിട്ടേ തിന്നുള്ളൂ. അവിടെ ഇരുന്നോ. ആ ഈശ്വരഭക്ത വരുന്നുണ്ട്. നീ രാവിലെ എനിക്ക് പോന്നോടാ? പിന്നെ വീട്ടിലൊരു നല്ല കാര്യം നടക്കണമെന്ന് പിള്ളേര് വിളിച്ചു പറഞ്ഞാ പിന്നെ ഇങ്ങോട്ട് പോരണ്ടേ? അല്ല അമ്മ അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് വൈകിയല്ലോ. അയ്യോ, കുറെ നേർച്ചകളില്ലായിരുന്നു, അതൊക്കെ നടത്തിയിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു വഴിപാടിന് കൊടുത്തിട്ടുണ്ട്, വൈകിട്ട് ആരെങ്കിലും പോയി വാങ്ങിക്കണം കേട്ടോ. അത് ആഹാ, തക്കിളിക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചല്ലോ. പിന്നെ കൊള്ളാം കൊള്ളാം കൊള്ളാം. പുതിയ സാരിയാണല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഉടുത്ത സാരിയല്ലേ, ഞാനിത് അമ്പലത്തിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സാരിയാ. എന്താ പിന്നെ അല്ല, ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വരണോ? അപ്പുണ്ട്. തിരിയണമ്മ. അമ്മ തിരിച്ച് നമ്മളെ പറ്റിക്കണതാണ്, നമുക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തിനു പറയണേ? എനിക്ക് തോന്നണേ അതിന് മനസ്സിലായിരുന്നാ. ഇല്ലില്ല, ഇന്നെന്തോ നല്ല മൂഡില്ല, അതാ അങ്ങനെ പോയേക്കണേ. ഒന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ നല്ലല്ലേ? വഴക്കുണ്ടാക്കൂട്ടാ. വയസ്സായവരെ പറ്റിക്കണ്ടാ. ഒരു കുഴപ്പമില്ല, ഇതൊക്കെ നല്ലതാ. അപ്പം വേണമെങ്കിൽ പോയി കഴിച്ചോ. പറഞ്ഞ പോലെ ഞാനിപ്പോ ചേച്ചിയുടെ കൂടെ പോയി 2 എണ്ണം കഴിച്ചാലോ? നിങ്ങൾ വേണം പോയിട്ട് കഴിക്കാം, അതാ നല്ലത്. വിശപ്പൊട്ട് സഹിക്കാനും പറ്റൂല എന്ന അഭിമാനത്തിനോട്ട് കുറവ് വരരുത്. ഞാൻ വിളിച്ചോളാം. കുറവ് വരരുത്. ഞാൻ വിളിച്ചോളാം. പറയണ്ട, എല്ലാം കൊളായി. എന്തേ തറക്കല്ലിടല് നടന്നില്ലേ? തറക്കല്ലിടലൊക്കെ നടന്നു. തറക്കല്ലിടൽ കഴിഞ്ഞത് അയാൾക്ക് പെട്ടെന്നൊരു ഫോൺ വന്നു. അയാളുടെ അമ്മായിയപ്പൻ എന്തോ നെഞ്ചുവേദനായിട്ട് ഹോസ്പിറ്റലിലാക്കിയത്. അപ്പൊ അയാള് കാപ്പി കുടിക്കാൻ വരൂല, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ. അതെന്ത് വർത്താനാണ് എന്റെ ക്ലീറ്റസേ? അളിയാ വരൂന്ന് പറഞ്ഞ അയാളിപ്പോ സുഖമില്ലാന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ അയാൾ ഇങ്ങോട്ട് വരും? നീ വാശി പിടിച്ചിട്ടല്ലേ നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്ത് ഇവിടെ? അളിയാ അമ്മായിയപ്പനെ നെഞ്ചുവേദന വരുമെന്ന് ഞാൻ വിചാരിച്ചോ? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് ഒരൊറ്റ എണ്ണത്തിന് പറഞ്ഞ വാക്കിന് വ്യവസ്ഥ അല്ല. എല്ലാരും നല്ല ക്ലീറ്റ് ആയതുകൊണ്ട് എങ്ങനെ സംഭവിച്ചത്? തങ്ക നീ ഒരുമാതിരി വൃത്തിയുടെ വർത്താനം. അസുഖം വരുന്നത് വിളിച്ചറിയിച്ചു. അസുഖം വരണമെന്നല്ല, നോണ പറയുന്നതാണ്. സത്യം പറ, നീ MLA കൂടി ഒത്തിട്ടൊരു ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു. നിങ്ങൾ അവിടെ നിന്നവരടുത്ത് ചോദിച്ചു നോക്ക്, നടരാനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇന്നലെ രാത്രിയും കൂടെ എന്റെ അടുത്ത് പറഞ്ഞാണ് ക്ലീറ്റോ, ഞാൻ ഉച്ച വരെ അവിടെ ഉണ്ടാവും, സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അയാള് പുള്ളു അടിക്കാണ്ടിരിക്കണോ? നീ പുള്ളു അടിക്കാണ്ടിരിക്കും. ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ആ MLA ഇങ്ങോട്ട് വരാത്തത്. ഇവൻ കള്ളനാണ്, അത് MLA ക്ക് അറിയാം. അല്ലെ അനാവശ്യം പറയരുത്. എന്താ അനാവശ്യം പറയുന്നത്? നീ എന്തറിഞ്ഞിട്ടാണ് പറയണത്? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ ക്ലീറ്റോ MLA വരാൻ പോണേ? നാട്ടുകാർ മുഴുവനും അറിഞ്ഞ അയാളുടെ അമ്മായിയപ്പന് സുഖമില്ലാത്ത വിവരം. അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ എന്ത് കാര്യം ഏറ്റെടുത്താലും ഇങ്ങനെ. അതങ്ങനെ എന്റെ ജമന്തി, നിങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കും. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യോ? MLA ഇവിടെ വന്നാൽ എനിക്കും കൂടെ അഭിമാനമല്ലേ? കുന്താണ് അഭിമാനം. വെറുതെ എന്റെ കയ്യിലിരിക്കണ പൈസ കളയാൻ വേണ്ടിട്ട് സംഭവിച്ചു പോയല്ലേ? ആ സംഭവിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. MLAക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറെ സാധനങ്ങൾ അവിടെ ഇരിക്കണം. ഒക്കെ കെട്ടിപ്പോയി പിന്നെ ഇരുത്തി തീറ്റിക്കും. അവനെ തീറ്റിക്കലല്ല കൊണ്ട് അവൻ അടിക്കാൻ പൈസ തന്നാ പൈസ. ഞാൻ ചെലവാക്കിയതിന്റെ പൈസ നീ എനിക്ക് തരണം. ഞാൻ എവിടെ നിന്ന് തരാം? ഞാൻ പൈസ കൊണ്ടേ വെറും സാധാ ഒരു ഭക്ഷണം എന്നല്ല, പായസം ചോറും അടക്കം എന്തൊക്കെ വിഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അയ്യോ, ഇതിപ്പോ നിങ്ങളൊക്കെ പറയണ്ട ഞാനെന്ത് മനഃപൂർവ്വം അയാളെ അമ്മായിയപ്പന് സുഖമില്ല. ഞങ്ങൾ ഏറ്റുകൊണ്ടതാണോ? MLA നീ അല്ലേ വിളിച്ചത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് സത്യമാണോ അല്ലേ നമുക്ക് അന്വേഷിക്കാം. ചിലപ്പോ അങ്ങനെ സംഭവിച്ചൂടെ? എന്തിനാടാ നല്ലൊരു ദിവസം അവിടെ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്റെ അമ്മ
ഇന്ന് MLA വരുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇക്കണ്ട സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഇപ്പൊ MLA വരില്ല. അതിന് അമ്മ അറിഞ്ഞിട്ടില്ല അത്. അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് അമ്മേനോട് പറയായിരുന്നത് MLA വരും എന്ന് പറഞ്ഞതാ ഇവിടെ. അത് മനഃപൂർവ്വമൊന്നുമല്ല. അല്ല അല്ല മോനപൂർവ്വമല്ലോ. അല്ല എന്തിനാ ചേച്ചിക്ക് അറിയണേ? എന്തമ്മാ എന്തമ്മാ അമ്മ MLA വന്നില്ല എന്ന് പറയാം. അമ്മ വിഷമിക്കണ്ട. അടുത്ത മാസം ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വരണുണ്ട്. മന്ത്രിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. പിന്നല്ലാതെ. അപ്പം MLAക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഈ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ? ഓ തന്നെ ഹാപ്പി ബർത്ത്ഡേ. Alien versus Alien.